ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി സദ്ഗുരും തം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഈ സദസ്സിൽ, ധന്യമായ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന വിഷയത്തിൽ കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ ഉള്ള ശിവഗിരി തീർത്ഥാടന സ്മാരക പവിലിയനിൽ വച്ച് ഗുരുനാരായണ സേവാനികേതൻ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത സെമിനാറിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്നുള്ള വിഷയത്തിൽ അവതരിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനുള്ള ചുമതല ഈ ഉള്ളവനിൽ നിക്ഷിപ്തമായിരുന്നു. സി എ ശിവരാമൻ ന്യൂഡൽഹിയിൽ നിക്ഷിപ്തമായിരുന്നു. അന്ന് ആ സെമിനാറിൽ നടത്തിയ സാമാന്യം വലിയ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം, അതും അത്ര സുപരിചിതമല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഏറെ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം നടത്തിയുണ്ടായി. അത് S3 മീഡിയ കോട്ടയം അതിൻ്റെ വീഡിയോഗ്രാഫി പൂർണ്ണമായും ചിത്രീകരിക്കുകയും ചെയ്തു. ആ വീഡിയോഗ്രാഫിനെ അടിസ്ഥാനമാക്കി ഏറെ ദൈർഘ്യമുള്ള ഈ പ്രഭാഷണത്തെ 5 ഭാഗങ്ങളായി തയ്യാറാക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളായി അത് ഗുരുപദം TV ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിക്കുന്ന ആധികാരികമായ പ്രഭാഷണങ്ങളും അതുപോലെയുള്ള എല്ലാ വിവരങ്ങളും ലോകമെമ്പാടുമുള്ള ഗുരുഭക്തരിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഗുരുപദം TV അതിൻ്റെ സൂത്രധാരരായ ശ്രീ അനീഷ് അമ്പിളി ദമ്പതിമാർക്ക് ഉള്ള കടപ്പാട് ഞാനിവിടെ അറിയിക്കുകയാണ്. ഗുരുപദം TVയുടെ മാധ്യമത്തിലൂടെ ഈ പ്രഭാഷണ പരമ്പരയുടെ 5 പ്രഭാഷണങ്ങളാക്കി ഇതിനെ രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞു. വീഡിയോഗ്രാഫിനെ ആധാരമാക്കി ആ 5-ൽ ആദ്യത്തെ 3 ഭാഗങ്ങൾ നിങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇത് 4-ാം ഭാഗമാണ്. ഇതിന് കൊടുത്തിട്ടുള്ള ശീർഷകം ക്ഷേത്രപ്രവേശന വിളംബരം 1936 വിപ്ലവമല്ല പ്രതിവിപ്ലവമായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവമല്ല പ്രതിവിപ്ലവമായിരുന്നു എന്ന തലക്കെട്ടാണ് ഇതിന് നൽകിയിട്ടുള്ളത്. വിഷയത്തിലേക്ക് നാം കടക്കുമ്പോഴേ എൻ്റെ മുന്നിൽ പ്രബുദ്ധമായ ഒരു സദസ്സാണ് എൻ്റെ മുന്നിലുള്ളതെന്ന് എനിക്കറിയാം. ഗുരുനാരായണ സേവാനികേതൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന പഠിതാക്കൾ, ശ്രീനാരായണ ദർശനം പഠിക്കുന്ന പഠിതാക്കളായ ആളുകൾ ധാരാളം ഈ സദസ്സിലുണ്ട്. അതോടൊപ്പം SNDP യോഗത്തിൻ്റെയും ഗുരുനാരായണ സേവാനികേതൻ്റെയും ഊർജ്ജസ്വലരായ നേതാക്കന്മാരും പ്രവർത്തകരും ഇവിടെയുണ്ട്. അതിനും പുറത്ത് വിഷയാവഗാഹികളായ ഈ വിഷയത്തിലത്തെ ഇത്തരം വിഷയങ്ങളെ, ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ ഗവേഷണ ബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ ശേഷിയുള്ള കുറേ മുഖങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട്. സന്നിഹിതരാണ് അവരെല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ഒരു പ്രബുദ്ധമായ സദസ്സാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഗുരുദേവൻ എനിക്ക് തന്ന ഒരു വരദാനമാണെന്ന് ഞാൻ കരുതുകയാണ്.
ഇനി വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ പ്രഭാഷണ പരമ്പരയിലെ 3 ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു എന്നുള്ള വിശ്വാസത്തിലാണ്. ഇനി കണ്ടില്ലെങ്കിൽ ഗുരുപദം TV-യുടെ യൂട്യൂബ് ചാനലിൽ ഇത് അവൈലബിളാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നോട്ട് പോയി കാണാവുന്നതാണ്. അത് കണ്ടിട്ട് വേണം ഈ 4ാമത്തെ ഭാഗം കാണുവാൻ. അധികാര കുത്തകയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത നിലനിർത്തിക്കൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ട് മനുഷ്യാവകാശങ്ങളെ ചവിട്ടി മെതിച്ചതിൻ്റെ ചരിത്രം വളരെ നീണ്ടതാണല്ലോ. അത് നമുക്കെല്ലാം അറിയുന്നതാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങളിൽ അതേക്കുറിച്ചൊരു സാമാന്യ വിവരണം തന്നു കഴിഞ്ഞതുമാണ്. 18-19 നൂറ്റാണ്ടുകളിലും ഇത് വളരെ പ്രത്യക്ഷമായി ഈ അടിമത്ത മനോഭാവം ഇവിടെ നിലനിന്നു. ഭൂരിപക്ഷത്തെ ഇവിടെ അടിമത്തത്തിൽ തളച്ചിട്ടിരുന്ന ഒരു സാമൂഹ്യ ക്രമം അതെത്ര മൃഗീയമായിരുന്നുവെന്ന് ആർക്കും വെളിവായിട്ടുള്ള കാര്യമാണ്. പ്രസ്തുത അടിമത്തത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടാണല്ലോ മഹാകവി കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥ എന്ന പ്രസിദ്ധ കൃതി ആരംഭിക്കുന്നത് തന്നെ അതിൽ നിന്നാണല്ലോ. ദുരവസ്ഥയിലെ ചാത്തൻ്റെയും സാവിത്രി അന്തർജനത്തിൻ്റെയും കഥ ചുരുളഴിയുന്നത് ഈ 19ാം നൂറ്റാണ്ടിൽ ഇവിടെ നിലനിന്ന ആശാനകൃതി പ്രസിദ്ധീകരിക്കുന്നത് 1922-ലാണെന്നാണ് 22-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇവിടുത്തെ അന്ന് നിലവിലിരുന്ന സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ആശാന്റെ ദുരവസ്ഥ എന്ന പ്രസിദ്ധമായ കൃതിയുടെ കഥ ചുരുളഴിയുന്നത്. അവിടെ പറയുന്നു, മുമ്പോട്ടുകാലം കടന്നുപോയിടാതെ പണ്ടേ സ്മൃതികളാൽ കോട്ട കെട്ടി. മുമ്പോട്ടുകാലം കടന്നുപോയിടാതെ പണ്ടേ സ്മൃതികളാൽ കോട്ട കെട്ടി. വമ്പാർന്നനാചാര മണ്ഡലഛത്രരായി തമ്പുരാർ വാണരുളുന്ന നാട്ടിൽ മുമ്പോട്ടുകാലം കടന്നുപോയിടാതെ. കാലത്തിൻ്റെ അനുസ്യൂതമായ ഒഴുക്ക്, മനുഷ്യരാശിയുടെ അനുസ്യൂതമായ പുരോഗതിക്ക് പണ്ടേ സ്മൃതികളാൽ കോട്ട കെട്ടിക്കൊണ്ട് തടസ്സം സൃഷ്ടിച്ചു. കടന്നുപോയിടാതെ പണ്ടേ സ്മൃതികളാൽ കോട്ട കെട്ടി. സ്മൃതികൾ ഒന്നിനു പുറകെ ഒന്നായി, സ്മൃതികളിൽ ഡ്രക്കോണിയൻ നിയമങ്ങൾ മാത്രം അടങ്ങുന്ന സ്മൃതികൾ രചിച്ചുകൊണ്ട് കോട്ട കെട്ടി മനുഷ്യരാശിയുടെ പുരോഗതിക്ക് തടസ്സമായി നിന്നു ഇവിടെ എന്ന്. അങ്ങനെ വമ്പാർന്ന അനാചാരമണ്ഡല ഛത്രരായി, അനാചാരമണ്ഡലത്തിൻ്റെ ഛത്രപതിമാരായിട്ട്, അനാചാര മുഖമുദ്രയായിട്ടുള്ള രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഛത്രപതികൾ, തമ്പുരാന്മാർ, ഇവിടുത്തെ വരേണ്യവർഗം വാണരളിയിരുന്ന ഒരു നാട്ടിലാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കഥയുടെ ചുരുളഴിയുന്നത്. 20ാം നൂറ്റാണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു നൂറ്റാണ്ട് മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൽ സംഭവിച്ച പരിവർത്തനത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമെന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനാകണമെങ്കിൽ നമുക്ക് 19ാം നൂറ്റാണ്ടിലെയും അതിന് പിന്നിലെയും കേരളത്തിൻ്റെ ഇരുണ്ട ചരിത്രത്തെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനം കൂടിയേ തീരൂ. അതിവിടെ വിസ്തരഭയത്താൽ അതിനിവിടെ ഞാനിപ്പം മുതിരുന്നില്ല. നമ്മളിതിന് മുമ്പത്തെ ചില ഭാഗങ്ങളിൽ അതൊക്കെ ആവശ്യത്തിന് ചർച്ച ചെയ്തു പോകുന്നതാണ്. മേൽ സൂചിപ്പിച്ച ഉരുണ്ട ചുറ്റുപാടുകളിൽ വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന, അധസ്ഥിതരെന്ന് മുദ്ര കുത്തിയിരുന്ന അടിസ്ഥാന വർഗങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യാവകാശങ്ങൾക്കായി നടത്തിയ പ്രാർത്ഥനകളെ, അന്ന് അതിന് പ്രേയേഴ്സ് എന്നാണ് പറയുന്നത്, പ്രാർത്ഥനകളെന്നാണ് പറയുക. നമ്മുടെ അവശതകളെക്കുറിച്ച് ഭരണവർഗത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് ചെറിയ തോതിൽ ആരംഭിച്ചു. അന്നൊക്കെ അതിൻ്റെ പ്രാർത്ഥനകളെന്നാണ് പറയുന്നത്. അതിനൊരു മതിയായ കാരണമുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ടിൻ്റെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതിന് തർക്കമൊന്നുമില്ലല്ലോ. അതിന് കീഴിൽ അടിമത്തം അനുഭവിക്കുന്ന വലിയ ജനവിഭാഗം അക്കാലത്ത് ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും മുന്നോട്ട് വയ്ക്കുന്നത്, അനുവദിച്ചു തരണമെന്ന് ഭരണകൂടത്തോട് അപേക്ഷിക്കുന്നത് പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. പ്രാർത്ഥനയുടെ രൂപത്തിൽ, പ്രേയേഴ്സാണ്. കാരണം യജമാനനും അടിമയും തമ്മിലുള്ള അകലം അത്ര വലുതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അതിൻ്റെ പ്രാർത്ഥനയെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുന്നത്. യൂറോപ്പിൽ ഇതേ കാലയളവിൽ യൂറോപ്പിൽ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയതിൻ്റെ അലയടികൾ പതുക്കെ പതുക്കെ ഇവിടെയും എത്തിത്തുടങ്ങിയിരുന്നു. നിങ്ങൾക്കറിയാം,
സഹോദരൻ അയ്യപ്പൻ നടത്തിയിരുന്ന സഹോദരൻ എന്ന പത്രവും ആ കാലത്ത് ഈ രംഗത്ത് വലിയ പങ്ക് വഹിച്ചിരുന്നു, അതുപോലെ പലരും. എന്നാൽ അങ്ങനെ യൂറോപ്പിലെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നുള്ള പുതിയ മുദ്രാവാക്യം യൂറോപ്പിൽ ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ അലയടികൾ ഇവിടെയും ക്രമേണ പതുക്കെ എത്തിത്തുടങ്ങി. അപ്പോൾ അടിസ്ഥാനവർഗത്തിൻ്റെ ചിന്തയിൽ, നേരത്തെ പ്രാർത്ഥനകൾ നടത്തിയിരുന്ന അടിസ്ഥാനവർഗത്തിൻ്റെ ചിന്തയിൽ, സമീപനത്തിൽ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ വന്നു തുടങ്ങി. എന്നാൽ സമത്വവും സ്വാതന്ത്ര്യവും നേടാനായി നടത്തിയ മുന്നേറ്റ ശ്രമങ്ങളെ ഒന്നിനെയും, അതിനായി കാലാകാലങ്ങളിൽ നടത്തിപ്പോന്ന പ്രാർത്ഥനകളെപ്പോലും സഹാനുഭൂതിയോടെ വരേണ്യവർഗം ഒരിക്കലും കണ്ടിരുന്നില്ല. ഇതായിരുന്നു സത്യം. സഹാനുഭൂതിയോടെ അതിനെ കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അവർണ ജനതയെ അധസ്ഥിതരെന്ന് മുദ്രയടിച്ച് സവർണ വാമന പാദത്തിന് കീഴിലിട്ട് ചവിട്ടി അരച്ചതിൻ്റെ ചരിത്രത്തിൻ്റെ നീണ്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ പശ്ചാത്തലത്തിൽ ഇവരുടെ പ്രാർത്ഥനകളെപ്പോലും സഹാനുഭൂതിയോടെ വരേണ്യവർഗം ഒരിക്കലും കൈകാര്യം ചെയ്തിട്ടില്ല, അതിനെ നേരിട്ടിരുന്നില്ല. അപ്പോൾ പ്രാർത്ഥനകൾ ക്രമേണ അവകാശ സമരങ്ങൾക്ക് വഴിമാറുകയായി. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് നീണ്ട ചരിത്രം. അത്തരം സമരങ്ങളെ, അത് പ്രാർത്ഥനകൾ അവകാശ സമരങ്ങൾക്ക് അല്ലാതെ വേറെ വഴിയില്ലെന്നായി. വഴിമുട്ടിയപ്പോൾ യൂറോപ്പിലും മറ്റും നടക്കുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നുള്ള പുതിയ മുദ്രാവാക്യത്തിൻ്റെ അലയടികൾ ഇവിടെയും എത്തിത്തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള അടിമത്തം അനുഭവിച്ചിരുന്ന ജനവിഭാഗത്തിൻ്റെ ചിന്തയിലും സമീപനത്തിലും നേരിയ മാറ്റം അതുവഴി ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥനകൾ ക്രമേണ അവകാശ സമരങ്ങൾക്ക് വഴിമാറുന്ന ഒരവസ്ഥ വന്നു. അത്തരം സമരങ്ങളെ പരാജയപ്പെടുത്തുവാൻ സമ്മർദ്ദ തന്ത്രങ്ങൾ വിജയിക്കുന്നില്ല. ആദ്യം ഇവിടുത്തെ ഭരണവർഗം, ബ്രാഹ്മണ ക്ഷത്രിയ അച്ചുതണ്ടിൻ്റെ ഭരണം, ഏകാധിപത്യ ഭരണമാണത്. ആ ഭരണം അത്തരം സമരങ്ങളെ പരാജയപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും തലപൊക്കാൻ അനുവദിക്കില്ല, ഉരുക്ക് പുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക. അതിന് ആദ്യത്തെ പടിയിൽ അവർ ഉപയോഗിക്കുന്നത് സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ഇത്തരം അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെ സമ്മർദ്ദത്തിലൂടെ അതെല്ലാം പിൻവലിക്കാൻ ബാധ്യസ്ഥരാക്കുന്ന ഒരു തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുക. അതൊന്നും വിജയിക്കുന്നില്ലെന്ന് കാണുന്ന സന്ദർഭങ്ങളിൽ പിണിയാളുകളുടെ പേശീബലം ഉപയോഗിച്ച് അടിച്ചമർത്താനും തൽപരകക്ഷികൾ മടിച്ചില്ല ആ കാലത്ത്. അതായത് നിയമവാഴ്ച അല്ലല്ലോ ഇത്, സ്മൃതികൽപ്പിതമായ ഡ്രക്കോണിയൻ നിയമങ്ങളാണ് നിലവിലുള്ളത്. ഏകപക്ഷീയമാണ് ആ നിയമങ്ങളെല്ലാം തന്നെ. ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇതിന് സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് കാണുന്നിടത്ത് പേശീബലം ഉപയോഗിച്ച് പിണിയാളുകളെ ഉപയോഗിച്ച് തല്ലിച്ചതച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ മർദ്ദനമുറകൾ അഴിച്ചുവിട്ട് അത്തരം നീക്കങ്ങളെ, അവകാശ സമരങ്ങളെ അടിച്ചമർത്താനും തൽപരകക്ഷികൾ ആ കാലത്ത് മടിച്ചിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1910 എൻ്റെ ഓർമ്മ, മൈക്കിൾസ് കോഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു കാര്യം ഇവിടെ നിലവിൽ വന്നു. അതിവിടുത്തെ അന്നത്തെ സർക്കാർ, രാജഭരണം അത് അംഗീകരിച്ചതായി ഓർഡർ ഇറക്കുകയും ചെയ്തു. അതിൻ പ്രകാരം സെലക്റ്റഡ് 30 സ്കൂളുകളിൽ ഇവിടുത്തെ അവർണ വിഭാഗത്തിൽ ഈഴവരാദികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണെന്ന് ചരിത്രത്തിൽ ആദ്യമായി വിദ്യാഭ്യാസത്തിനുള്ള അവസരത്തിൻ്റെ വാതിലുകൾ അവർണർക്ക് തുറന്നു കൊടുക്കുന്ന ഒരു ഓർഡറായിരുന്നു അത്. ആ ഓർഡറും കയ്യിലേന്തി സർക്കാർ അധീനതയിലുള്ള സ്കൂളുകളിൽ അഡ്മിഷന് ചെന്നവരെ പരസ്യമായിട്ട് തല്ലിച്ചതച്ച് അവിടുന്ന് ഓടിച്ചു. അതെല്ലാം ഈ പിണിയാളുകളുടെ പേശീബലം കൊണ്ടുള്ള അടിച്ചമർത്തലിൻ്റെ ഭാഗമാണ്. ക്രമസമാധാനം പാലിക്കേണ്ട ചുമതലയുള്ള സർക്കാർ ഓർഡർ നടപ്പാക്കുന്ന ബാധ്യതയുള്ള സർക്കാർ ഇതൊന്നും കണ്ടതായി നടിച്ചതേയില്ല. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇത് മേൽമുണ്ട് സമരം, മൂക്കുത്തി സമരം, കല്ലുമാല സമരം, ഇങ്ങനെ എത്രയോ സമരങ്ങൾ ഇവിടെ പൊന്തി വന്നു. അതിനെയെല്ലാം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം വന്നു. പലപ്പോഴും വരേണ്യവർഗത്തിനായി ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വരേണ്യവർഗത്തിനായി ഈ മുഷ്ടിപ്രയോഗത്തിന്
മുന്നിലെത്തുന്നത് ചാതുർവർണ്ണ്യം ശൂദ്രപദവിയിൽ തളച്ചു നിർത്തിയിരുന്ന നായന്മാരായിരുന്നു എന്ന സത്യം അതൊരു വലിയ പ്രത്യേകതയാണ്. അന്ന് ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കൊണ്ട് ഇവരെ പിൻവാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്ന സന്ദർഭത്തിൽ പിണിയാളുകളുടെ പേശീബലം ഉപയോഗിച്ച് അതിനെ മർദ്ദനമുറകളിലൂടെ അതിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വരേണ്യവർഗത്തിന് വേണ്ടി മുഷ്ടിപ്രയോഗത്തിന് മുന്നോട്ട് അക്കാലത്ത് വന്നിരുന്നത് ചാതുർവർണ്ണ്യ വ്യവസ്ഥ ശൂദ്ര പദവിയിൽ തളച്ചിട്ടിരുന്ന നായന്മാരായിരുന്നു എന്നത് മറ്റൊരു വലിയ പ്രത്യേകതയാണ്. എന്തിനു നിയമാനുസൃതം അത് 100-150 വർഷം മുമ്പത്തെ കാര്യമാണ് നാം പറയുന്നത്. ചരിത്രാതീതമായ എന്നോ ഒരു കാലത്ത് നടന്ന കഥയൊന്നുമല്ല ഈ പറയുന്നത്. ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തിന് നിയമാനുസൃതം പൂജാരിയാകുവാൻ യോഗ്യത സമ്പാദിച്ച് ദേവസ്വം ബോർഡിൻ്റെ നിയമന ഉത്തരമായി അമ്പലങ്ങളിലെത്തിയ അവർണ പൂജാരിമാരെ തല്ലി ഓടിച്ചത് സമീപകാല ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ വിസ്തരഭയത്താൽ അതൊന്നും ഇവിടെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ആധികാരികമായ തലത്തിൽ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്താവം ഇവിടെയുണ്ട്. അത് മറ്റാരുടെയുമല്ല, ശ്രീ മന്നത്ത് പത്മനാഭൻ്റേതാണ്. നായർ സർവീസ് സൊസൈറ്റി NSSൻ്റെ സ്ഥാപക മേലധ്യക്ഷനായി ദീർഘകാലം ആ പ്രസ്ഥാനത്തെ നയിച്ച് അതിനെ വളർത്തി ശൈശവ ദശയിലുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം അകറ്റി ഒരു പ്രസ്ഥാനത്തെ ആവിഷ്കരിച്ച് അതിനെ വളർത്തിയെടുത്ത് നവോത്ഥാനത്തിൽ വലിയ പങ്ക് നൽകുന്ന ഒരു തലത്തിലേക്ക് അതിനെ വലുതാക്കിയെടുക്കുവാൻ അഹോരാത്രം പണിയെടുത്ത ഒരു മഹാപുരുഷനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. ഒരറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ഇവിടുത്തെ റോളിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്ന ഒരു പ്രസ്താവമുണ്ട്, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്കത് എന്നോടൊപ്പം വായിക്കാം. ശ്രീ മന്നത്ത് പത്മനാഭൻ പറയുന്നു, ചാതുർവർണ്ണ്യത്തിലെ ഒടുവിലത്തെ ക്ലാസ്സുകാരനായ ശൂദ്രനാണ് താനെന്ന് സ്വയം സമ്മതിച്ച നായർ അന്ധവിശ്വാസ ഭണ്ഡാരത്തിൻ്റെ താക്കോൽക്കാരനും അനാചാരക്കോട്ടയുടെ സൂക്ഷിപ്പുകാരനുമായി സ്വസമുദായത്തിൻ്റെയും സഹോദര സമുദായങ്ങളുടെയും പുരോഗതിയിൽ പ്രതിബന്ധമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ശ്രീ മന്നത്തിൻ്റെ ഈ വാക്കുകൾ എൻ്റെ വാക്കുകളല്ല. ശ്രീ മന്നത്ത് പത്മനാഭൻ NSSൻ്റെ സ്ഥാപക മേലധ്യക്ഷനായി ദീർഘകാലം ആ പ്രസ്ഥാനത്തെ നയിച്ച ശ്രീ മന്നം പറയുന്ന വാക്കുകളാണിത്. ചാതുർവർണ്ണ്യത്തിലെ ഒടുവിലത്തെ ക്ലാസ്സുകാരനായ ശൂദ്രനാണ് താനെന്ന് സ്വയം സമ്മതിച്ച നായർ അന്ധവിശ്വാസ ഭണ്ഡാരത്തിൻ്റെ താക്കോൽക്കാരനും അനാചാരക്കോട്ടയുടെ സൂക്ഷിപ്പുകാരനുമായി സ്വസമുദായത്തിൻ്റെയും സഹോദര സമുദായങ്ങളുടെയും പുരോഗതിയിൽ പ്രതിബന്ധമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും വന്നു എന്ന് കരുതാൻ ന്യായമില്ല സുഹൃത്തുക്കളെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് ശ്രീ മന്നത്തിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ആ വിഷയം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അതേക്കുറിച്ച് കൂടുതലൊന്നും ഇനി പറഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാര്യം വ്യക്തമായി എന്ന് കരുതുകയാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്നുള്ള ഈ സെമിനാറിൻ്റെ ചർച്ച ചെയ്യുന്ന ഈ വലിയ വിഷയത്തിൻ്റെ 4ാമത്തെ ഭാഗമായി ഇന്നത്തെ വിഷയത്തിന് നാം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവമല്ല പ്രതിവിപ്ലവമായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൽ വിപ്ലവമുണ്ട്, പ്രതിവിപ്ലവമുണ്ട്. ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട് ഇവിടെ, വിപ്ലവങ്ങൾക്കും പ്രതിവിപ്ലവങ്ങൾക്കും. വിപ്ലവം എന്ന വാക്ക് നമുക്ക് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു പദമാണത്, കൂടെ ഉപയോഗിക്കുന്നതാണ്. അതിൽ പുതുമയൊന്നുമില്ല. വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ പ്രതിവിപ്ലവം എന്നുള്ള വാക്ക് അത്ര പോപ്പുലർ അല്ല. വിപ്ലവത്തെ പ്രതിവിപ്ലവം കൊണ്ട് പരാജയപ്പെടുത്തുക, വിപ്ലവത്തിന് വിരുദ്ധമായ ഒരു നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ച് അത് വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യാം. ചരിത്രത്തിൽ അത്തരം ധാരാളം സന്ദർഭങ്ങളുണ്ട്. സാംസ്കാരിക രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ആധ്യാത്മിക രംഗത്തായാലും ധാരാളം സംഭവങ്ങൾ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അതിന് ഉദാഹരണങ്ങൾ ഞാനിവിടെ ഈ സെമിനാറിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന ഈ സെമിനാറിൻ്റെ വിഷയം സംബന്ധിച്ച്
അതിനെ അധികരിച്ച് ഇവിടെ ഇന്ന് രാവിലെ ഇവിടെ പ്രസിദ്ധീകൃതമായ ഞാൻ രചിച്ച വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന പുസ്തകത്തിൽ പ്രതിവിപ്ലവത്തിന് പ്രസിദ്ധമായ 2 ഉദാഹരണങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചു എന്ന് നാം പ്രസ്താവിക്കുമ്പോൾ വിദ്യാഭ്യാസ വിപ്ലവത്തെ ഒരു പ്രതിവിപ്ലവത്തിലൂടെ ഇവിടെ പരാജയപ്പെടുത്താനുള്ള തന്ത്രപൂർവമായ ഒരു പ്രവർത്തനം ഇവിടെ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ സെമിനാർ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ പ്രതിവിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതിവിപ്ലവത്തെ ഒന്ന് പരിചിതമാക്കാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇവിടെ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പ്രതിവിപ്ലവം എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ആഴവും പരപ്പും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി 2 പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ എടുത്ത് അവിടെ ചർച്ച ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് പ്രതിഷേധങ്ങളെ ചെറിയ ചെറിയ അവകാശ സമരങ്ങളെ സമ്മർദ്ദ തന്ത്രങ്ങളും കയ്യൂക്കും ഫലിക്കാതെ വരുന്നുവെന്ന് കണ്ടിടത്തെല്ലാം അതിനെ നേരിടുന്നിടത്ത് സമ്മർദ്ദ തന്ത്രങ്ങളും കയ്യൂക്കും മർദ്ദനമുറകളും ഫലിക്കാതെ വരുന്നുവെന്ന് കണ്ടിടത്തെല്ലാം ബുദ്ധിരാക്ഷസരായ വരേണ്യവർഗം ഒരറ്റ കൈയെന്നോണം അവർണ മുന്നേറ്റങ്ങളെ ബുദ്ധിപരമായ പ്രതിവിപ്ലവത്തിലൂടെ വെട്ടിനിർത്തിയ ചരിത്രത്തിനും സഹസ്രാബ്ദങ്ങളിലേറെ പഴക്കമുണ്ട്. ഉദാഹരണങ്ങൾ പലതുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസിദ്ധമായ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിനെതിരെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രതിവിപ്ലവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സെമിനാർ കടക്കുന്നത്. വിപ്ലവം എന്ന വാക്ക് പരിചിതമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പ്രതിവിപ്ലവം അത്ര പരിചിതമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദാഹരണം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിവിടെ 2 ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഒരു ഉദാഹരണമാണ് ഈ 4-ാം ഭാഗത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവമല്ല പ്രതിവിപ്ലവമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയം. മറ്റൊരു ഉദാഹരണം പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് എടുത്തതാണ്. പരശുരാമ മഴുക്കഥ പ്രസിദ്ധമാണിത്. സമുദ്ര നിഷ്കാസനത്തിലൂടെ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ, ശ്രീ പരശുരാമൻ സമുദ്ര നിഷ്കാസനത്തിലൂടെ ഇവിടെ ഇല്ലാതിരുന്ന പുതിയ ഭൂമി സൃഷ്ടിച്ച് ഭൂമിയിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ശൂദ്ര അവർണ ജനതയ്ക്ക് ആ ഭൂമി നൽകാതെ കാളയും കലപ്പയും മണ്ണുമായി ബന്ധപ്പെടുന്നത് ബ്രാഹ്മണന് നിഷേധിച്ചിരിക്കുന്ന സ്മൃതി ശാസനങ്ങളുള്ള ഈ നാട്ടിൽ അത് ആ ശാസനങ്ങളെ കൃത്യമായി പാലിച്ചു പോരുന്ന ഈ നാട്ടിൽ അത് ബ്രാഹ്മണർക്ക് ദാനമായി നൽകുകയാണ് ശ്രീ പരശുരാമൻ. അങ്ങനെ ബ്രാഹ്മണരെ ജന്മിമാരാക്കുക, ഭൂമി ഉടമയാക്കി മാറ്റുക, ജന്മിമാരാക്കുക. അങ്ങനെ ജന്മി കുടിയാൻ സിദ്ധാന്തത്തിന്, ഫ്യൂഡലിസത്തിന് അടിസ്ഥാന ശിലയായി മാറിയ ഒരു കഥയാണ് പുരാണത്തിൽ നിന്നെടുത്തുള്ള പരശുരാമ മഴുക്കഥ. അതാണ് ഒരു ഉദാഹരണമായിട്ട്. അതിവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. അത് കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച ഞാൻ രചിച്ച വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക വിപ്ലവവും പ്രതിവിപ്ലവവും എന്നുള്ള പുസ്തകത്തെ ആശ്രയിക്കാവുന്നതാണ്. നമുക്ക് പരശുരാമ മഴുക്കഥയിൽ നിന്ന് മാറി നമുക്കിവിടെ ക്ഷേത്രപ്രവേശനം 1936 അത് വിപ്ലവമല്ല പ്രതിവിപ്ലവമായിരുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ 3 വ്യക്തിത്വങ്ങളെ നാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് കടക്കാൻ. ഒന്ന്, രാജാ ചിത്രതിരുനാൾ. ഇതാ ഇവിടെ എൻ്റെ ചിത്രം നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കാണുക. രാജാ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ആ രാജാവ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കിരീടാവകാശം ഏറ്റെടുക്കേണ്ടി വന്ന അവകാശിയായി മാറിയ ബാലരാമവർമ്മ പ്രായപൂർത്തിയാകുന്നത് വരെ ബാലരാമവർമ്മയ്ക്ക് വേണ്ടി രാജ്യഭാരം കൈയാളിയിരുന്നത്
റീജൻ്റ് ക്യൂൻ പാർവതിഭായി ആയിരുന്നു. ആ രണ്ടാമത്തെ ചിത്രം ശ്രീമതി പാർവതിഭായിയുടേതാണ്, റീജൻ്റ് ക്യൂവിൻ്റേതാണ്. ആ കാലത്ത് ഭരണത്തിന് സാരഥ്യം വഹിച്ചിരുന്നത്, ദിവാനായി പ്രവർത്തിച്ചിരുന്നത് പ്രസിദ്ധനായ സർ CP രാമസ്വാമി അയ്യരാണ്. അതാണ് മൂന്നാമത്തെ ചിത്രം. ഈ 3 പേര് ഇവരെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയപ്പെടുന്നത് ത്രിമൂർത്തികളെന്ന് വരെ വിളിച്ച് ഇവരെ ആരാധനാപൂർവ്വം ഇവരെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ടായിരുന്നു അന്ന്. ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവമല്ല പ്രതിവിപ്ലവമായിരുന്നു എന്നുള്ള വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ അതെന്തായിരുന്നു, എന്ത് പദപ്രയോഗമാണ് ഭരണകൂടം നടത്തിയിരുന്നതെന്നുള്ളതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് അതിവിടെ എഴുതി കാണിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് എന്നോടൊപ്പം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ് കൊണ്ട് 1936 നവംബർ 12 1112 തുലാം 12 പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം നമ്മുടെ മതത്തിൻ്റെ, ആ വിളംബരത്തിലെ അതേ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നമ്മുടെ മതത്തിൻ്റെ പരമാർത്ഥതയും സുപ്രമാണതയും ഗാഠമായി ബോധ്യപ്പെട്ടും ആയത് ദൈവീകമായ അനുശാസനത്തിലും സർവവ്യാപകമായ സഹിഷ്ണുതയിലുമാണ് അടിയുറച്ചിരിക്കുന്നതെന്ന് വിശ്വസിച്ചും അതിൻ്റെ പ്രവർത്തനത്തിൽ അത് ശതവർഷങ്ങളായി പരിവർത്തനത്തിന് അനുയോജിച്ച് പോന്നുവെന്ന് ധരിച്ചും നമ്മുടെ ഹിന്ദു പ്രജകളിൽ ആർക്കും തന്നെ അവരുടെ ജനനമോ ജാതിയോ സമുദായമോ കാരണം ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ശാന്തിയും സ്വാന്തനവും നിഷേധിക്കുവാൻ പാടില്ലെന്നുള്ള ഉത്കണ്ഠയാലും നാം തീരുമാനിക്കുകയും ഇതിനാൽ പ്രഖ്യാപനം ചെയ്യുകയും നിയോഗിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ സമുചിതമായ പരിതസ്ഥിതികൾ പരിരക്ഷിക്കുന്നതിനും ക്രിയാപദ്ധതികളും ആചാരങ്ങളും വച്ചു നടത്തുന്നതിനും നാം നിശ്ചയിക്കുകയും ചുമത്തുകയും ചെയ്യാവുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ജനനത്താലോ മതവിശ്വാസത്താലോ ഹിന്ദുവായ യാതൊരാൾക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ ഇനിമേൽ യാതൊരു നിരോധനവും ഉണ്ടായിരിക്കാൻ പാടില്ലെന്നാകുന്നു. ഇതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടാണ് ഈ അടിവരയിട്ടിരിക്കുന്ന ആ ഭാഗം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനനത്താലോ മതവിശ്വാസത്താലോ ഹിന്ദുവായ യാതൊരാൾക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ ഇനിമേൽ യാതൊരു നിരോധനവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതാണ് രാജശാസനം, പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം വന്നതോടെ ഇവിടെ എന്ത് സംഭവിച്ചു? ചരിത്രപരമായി സഹസ്രാബ്ദത്തിലേറെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കവാടങ്ങളാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അവർണ സമൂഹത്തിൻ്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നത്. സഹസ്രാബ്ദത്തിലേറെ അങ്ങനെ അവർക്ക് പ്രവേശനം നിഷേധിച്ച് പൂർണ്ണമായും ശക്തമായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രക്കോണിയൻ നിയമങ്ങൾ കൊണ്ടുവന്ന്, സ്മൃതികളുടെ രൂപത്തിൽ ഡ്രക്കോണിയൻ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്രങ്ങളിൽ അവർണരുടെ പ്രവേശനം കൃത്യമായും പൂർണ്ണമായും നിരോധിക്കപ്പെട്ട നിലയിൽ, കൊട്ടിയടയ്ക്കപ്പെട്ട നിലയിൽ 1300ഓളം ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ, അങ്ങനെയുള്ള 1300ഓളം ക്ഷേത്രങ്ങളുടെ കവാടങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ, അതായത് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ മലർക്ക തുറക്കപ്പെട്ടത്. 1300ഓളം ക്ഷേത്രങ്ങൾ അതുവരെ ഇവിടുത്തെ അവർണ സമൂഹത്തിന് മുന്നിൽ അവർക്ക് പൂർണ്ണമായും അപ്രാപ്യമായിരുന്ന, പ്രവേശനം നിഷേധിച്ചിരുന്ന, പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞ് ശിക്ഷിച്ചിരുന്ന ഒരു തലത്തിൽ നിന്ന് മാറി ഒരു സുപ്രഭാതത്തിൽ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ 1300ഓളം ക്ഷേത്രങ്ങളുടെ വാതിലുകളാണ് ഇവിടുത്തെ അവർണ സമൂഹത്തിന് മുന്നിൽ, ഭൂരിപക്ഷം വരുന്ന അടിമകളെ പോലെ ഇട്ടിരുന്ന, ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് മലർക്ക തുറന്നു കൊടുത്തത്.
ഇത് ക്ഷേത്രപ്രവേശനത്തെ അക്കാലത്ത് അനുകൂലിച്ചിരുന്നവരെയും എതിർത്തിരുന്നവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. കാരണം ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ്, യാതൊരു ചർച്ചയുമില്ലാതെയാണ് ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ഓർഡർ, ഇത്രയും ഒരു വലിയ നയവ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഓർഡർ സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ഇതിനെ അവർണരുടെ മാഗ്ന കാർട്ട എന്നാണ് അന്ന് പലരും വിശേഷിപ്പിച്ചത്. അവർണർക്ക് വീണ് കിട്ടിയ ഒരു മഹാസൗഭാഗ്യം, ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതാതിരുന്ന ഒരു സൗഭാഗ്യം വന്നു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ അവർണരുടെ മാഗ്ന കാർട്ട എന്നാണ് വിളിക്കുന്നത്. ഈ മാഗ്ന കാർട്ട എന്താണെന്ന് ചരിത്രത്തിൽ നിന്നൊന്ന് പൊക്കിയെടുത്ത് നമ്മുടെ ഓർമ്മയെ ഒന്ന് പുനരാവിഷ്കരിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഈ പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. 1215 ജൂൺ 15 ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവമാണ് ഈ മാഗ്ന കാർട്ട. 1215 ജൂൺ 15 അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന കിങ് ജോൺ, അവിടുത്തെ ജനം ഇളകി. ആ കിങ് ജോണിനെ കൊണ്ട് നിർബന്ധപൂർവം അംഗീകരിപ്പിച്ച 63 ഡിമാൻഡുകൾ അടങ്ങുന്ന ഒരു നിയമാവലിയിൽ ഒപ്പുവെപ്പിച്ചു. അതാണ് മാഗ്ന കാർട്ട. അതിൽ ഈ രാജഭരണത്തിൻ്റെ കിങ് ജോണിൻ്റെ ഭരണത്തെ കൊണ്ട് ആളുകൾ അന്ന് പൊറുതിമുട്ടി. ജീവിതം വളരെ ദുഷ്കരമായി അവിടെ ജനത്തിന്. അപ്പം ജനം ഇളകി. 1215 എന്ന് പറയുമ്പോൾ 800 വർഷങ്ങൾ മുമ്പത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഇവിടുത്തെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെയും ഒക്കെ കാര്യം പറയുന്ന ഒരു 100 വർഷത്തിനുള്ളിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കുക. 100-150 വർഷത്തിനിടയ്ക്കുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. ആ സ്ഥാനത്ത് 800 വർഷം മുമ്പേ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വലിയ പൊട്ടിത്തെറികൾ യൂറോപ്പിൽ നടന്നിരുന്നു. അതായത് നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങൾ കുതിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ ജനമിളകി. ഈ രാജാവിൻ്റെ ഒരു ഹോബി എന്തായിരുന്നു എന്ന് വെച്ചാൽ സമീപത്തുള്ള രാജ്യങ്ങളൊക്കെ തമ്മിൽ അന്ന് കൂടെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ കക്ഷി ചേരുക, അത് ഏറ്റെടുക്കുക, എന്നിട്ട് യുദ്ധം വെട്ടുക. അങ്ങനെ രാജ്യത്തിൻ്റെ സ്വത്തും മനുഷ്യൻ്റെ ജീവിതവും എല്ലാം വളരെ പ്രശ്നത്തിലായി കഴിഞ്ഞപ്പം ജനം ഇളകി. ഈ രാജാവിനെ ഉപദേഷ്ടാക്കളായിരുന്ന അന്നത്തെ പ്രഭുക്കന്മാരായത് ഒരു വരേണ്യവർഗം അവിടെയുമുണ്ട്. ആ വരേണ്യവർഗവും ഈ രാജാവിനെ വെറുത്തു തുടങ്ങി. അവരെല്ലാം കൂടി ഇടഞ്ഞപ്പോൾ 63 ഡിമാൻഡുകൾ അടങ്ങുന്ന ഒരു പ്രകടന പത്രിക ഈ രാജാവിൻ്റെ മുൻപിൽ വെച്ച് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. അതിൽ പറയുന്നു, ഇനി ഈ വിലകൂടിയ യുദ്ധങ്ങളൊന്നും വെട്ടാൻ എങ്ങും പോകരുത്, പുറത്തുപോയി യുദ്ധം വെട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പ്രത്യേകം കേൾക്കണം, അതിനെ അംഗീകരിക്കണം. കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുള്ള ശിക്ഷയും അവരെ ട്രയൽ നടത്തുന്ന കാര്യങ്ങളുമൊക്കെ വളരെ സുതാര്യമായിരിക്കണം. 25 എലക്റ്റഡ് ആളുകളുടെ നിർദ്ദേശങ്ങൾ രാജാവ് പരിഗണിച്ചുകൊണ്ട് വേണം ഇനി ഭരിക്കാൻ. ഇങ്ങനെയുള്ള കുറേ മനുഷ്യാവകാശങ്ങൾ രേഖപ്പെടുത്തുന്ന 63 ഡിമാൻഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തെ നിർബന്ധപൂർവ്വം രാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയാണ്. ഇതാണ് ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച് ജനമുന്നേറ്റം ഉണ്ടാകുകയും ആ ജനമുന്നേറ്റത്തിൻ്റെ ഫലമായി ഭരണവർഗത്തെ കൊണ്ട് മനുഷ്യാവകാശങ്ങൾ അംഗീകരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ആദ്യത്തെ പ്രസിദ്ധമായ സംഭവമാണ്. അതിനെ മാഗ്ന കാർട്ട എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതാണ് അവർണരുടെ മാഗ്ന കാർട്ട എന്നിവിടെ പറയുമ്പോൾ 1215 ജൂൺ 15 ബ്രിട്ടനിൽ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒപ്പിടിപ്പിച്ച മനുഷ്യാവകാശങ്ങളടങ്ങുന്ന ആ രേഖ, അതുപോലെ ഒരു രേഖയാണ് ഇവിടെ ഈ
ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പേരിൽ ഇവിടെ വന്നിട്ടുള്ളതെന്ന സൂചനയായിട്ടാണ് ഇതിനെയും അവർണരുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാനുള്ള പ്രേരണ അതാണ്. മനുഷ്യാവകാശങ്ങൾ അടങ്ങുന്ന ബ്രിട്ടനിൽ സൈൻ ചെയ്ത 1215 മാഗ്ന കാർട്ടയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്നുള്ള ആ രേഖ തയ്യാറാക്കുന്നതും അത് അംഗീകരിക്കുന്നതും. ഇതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ ജനാധിപത്യ ഭരണക്രമം എന്ന് പറയുന്നത് തന്നെ ഈ മാഗ്ന കാർട്ടയിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു സിസ്റ്റമാണെന്നുള്ളതും കൂടി നാം മനസ്സിലാക്കണം. അത്ര പ്രധാനപ്പെട്ടതാണ് മാഗ്ന കാർട്ട. അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ അവർണരുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. കാരണം അതുവരെ സംഭവിക്കുമെന്ന് ആരും കരുതാതിരുന്നത്, അത് സംഭവിച്ചിരിക്കുന്നു, നിർണായകമായതൊന്ന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം മാഗ്ന കാർട്ട. ഇതൊരു വലിയ നയംമാറ്റമായിരുന്നു. കാരണം അതുവരെ എ മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്നാണ് ഗാന്ധിജി ഇതിനെ വിളിച്ചത്. അങ്ങനെ വിളിക്കുക മാത്രമല്ല, ഈ കാര്യത്തിന് മഹാരാജാവിനെ അനുമോദിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കേരളം സന്ദർശിക്കുകയുണ്ടായി ഗാന്ധിജി. മറ്റൊരു പ്രധാന കാര്യം ഇതാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളത് എന്നോടൊപ്പം വായിക്കുക. ഇതേക്കുറിച്ച് ഓൾ കേരള ഈഴവ ടെമ്പിൾ എൻട്രി സെലിബ്രേഷൻ കമ്മിറ്റി കമ്മിറ്റിയുടെ നേതാക്കന്മാർ പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തത്ര ആനന്ദവും ഹർഷാതിരേകവും ഉളവാക്കുന്ന ഒന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 എന്നാണ് ഓൾ കേരള ഈഴവ ടെമ്പിൾ എൻട്രി സെലിബ്രേഷൻ കമ്മിറ്റി പ്രതികരിച്ചത്. അതായത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം 1936 എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ തലത്തിലുള്ള ആളുകളും ഏവരും പൊതുവെ ഇതിനെ വലിയ നിലയിൽ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്തു. ഏറ്റവും കാലോചിതമായൊരു നിലപാട് എന്നുള്ള തരത്തിൽ ഇതിനെ സ്വാഗതം ചെയ്തു ബഹുഭൂരിപക്ഷം ജനവും എന്ന് നമുക്ക് കാണാം. എല്ലാ തലത്തിലുള്ള ആളുകളും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ആരാധനാ സ്ഥലത്ത് നിന്ന് ഒരു വലിയ വിവേചനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതെന്താണ് ആരാധനാ സ്ഥലത്തെ വിവേചനമെന്ന് പറഞ്ഞാൽ? ഇവിടെ സവർണർക്ക് മാത്രം ആരാധിക്കുവാനുള്ള സദ്ദേവതകളുടെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ദേവതകളെ അവർണർ ആരാധിക്കാൻ പാടില്ല. ആ ദേവതകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല. ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലെന്ന് മാത്രമല്ല, ക്ഷേത്ര പരിസരത്തുള്ള റോഡുകളിൽ കൂടി സഞ്ചരിക്കാൻ പോലും പാടില്ല. അതുകൊണ്ടും തീരുന്നില്ല, പൊതുസ്ഥലത്തുള്ള കിണറുകളിൽ നിന്ന് അവർക്ക് വെള്ളമെടുക്കാൻ അവകാശമില്ല. അങ്ങനെ ധാരാളം സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ചിരുന്ന, അടിമത്തം വിധിച്ചിരുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് സവർണർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ദേവതകളെ ആരാധിക്കുന്ന പ്രശ്നമില്ല. അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ വയ്യ. അതിൻ്റെ പരിസരത്തുള്ള റോഡുകളിൽ കൂടെ സഞ്ചരിക്കാൻ പോലും പാടില്ല. അതുകൊണ്ടാണല്ലോ 1924 ഒരു വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ നടത്തേണ്ടി വന്നത് തന്നെ. അങ്ങനെ ആരാധനാ സ്ഥലത്തെ ഈ വിവേചനം അതിരൂക്ഷമായി തുടരുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഇവിടെ സവർണർക്ക് മാത്രം ആരാധിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ദേവീദേവതാ സദ്ദേവതാ സ്വരൂപങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ദുർദേവതകളുടെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. അവർണർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ, അതിനെ ആരാധിക്കാൻ പാടുള്ളൂ. അതിനെ ആരാധിക്കുന്ന മലീമത സങ്കേതങ്ങളാണത്. കാരണം ഈ ദുർദേവതകൾ രക്തദാഹികളാണ് പലരും. രക്തദാഹികളായ ദുർദേവതകളെ ആരാധിക്കുന്ന ജന്തുബലി പോലുള്ള നീചകർമ്മങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണമെന്ന നിയമമാണ്. അവിടെ തെറിപ്പാട്ട് പാടിയാണ് ദുർദേവതകളെ ആരാധിക്കുന്നത്. അതും നിയമമാണ്. അത് മാത്രമല്ല, മദ്യവും ഇറച്ചിയും മീനുമൊക്കെയാണ് നൈവേദ്യങ്ങളായി സമർപ്പിക്കേണ്ടതെന്നുള്ളതും നിയമമാണ്.
അങ്ങനെ നീച ആരാധനാ സങ്കേതങ്ങളുടെ അവർണർക്ക് വേണ്ടി ഒരു വശത്ത്, സവർണർക്ക് വേണ്ടി ധാരാളം ക്ഷേത്രങ്ങൾ, സദ്ദേവതകളെ പ്രതീക്ഷിച്ച ക്ഷേത്രങ്ങൾ മറുപുറത്ത്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആരാധനാ രീതികൾ ഹൈന്ദവരുടെ ഇടയിൽ നിലനിന്നു. അപ്പോഴാണ് അതിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 കൊണ്ടുവരുന്നത്. TEP-യെക്കുറിച്ച്, ഈ ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെക്കുറിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഏറെ പ്രചാരത്തിലുള്ള പൊതു കാഴ്ചപ്പാട് പൊതുവെ ഇനി എല്ലാവരും സ്വാഗതം ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേക്കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാടിനെ നമുക്ക് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ സംഗ്രഹിക്കാം. ഇത് എൻ്റെ അഭിപ്രായമല്ല, അന്ന് നിലവിലിരുന്ന പൊതുവായ ഒരു അഭിപ്രായത്തിൻ്റെ സാമാന്യ രൂപമാണ് ഇവിടെ രേഖപ്പെടുന്നത്. നിങ്ങളിത് എന്നോട് ഒപ്പം വായിക്കണം. നിലവിലിരുന്ന എത്രയും ഔദാര്യ സമ്പന്നമായ ഭരണകൂടം കാലാന്തരമായി അവസരം നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യരായ വലിയ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അദമ്യവും സഹജവുമായ അഭിലാഷത്താലും സമത്വസുന്ദരമായ ഒരു സമൂഹത്തെ കരുപ്പിടിപ്പിക്കുന്നതിനുള്ള അഭിവാഞ്ചയാലും അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാണ് അന്നത്തെ ഒരു പൊതു കാഴ്ചപ്പാട് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച്. ഒന്നുകൂടി വായിച്ചു കൊള്ളുക, കാരണം ഇത് വളരെ പ്രധാനമാണ്. മുന്നോട്ടുള്ള നമ്മുടെ ചർച്ചയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. നിലവിലിരുന്ന എത്രയും ഔദാര്യ സമ്പന്നമായ ഭരണകൂടം കാലാന്തരമായി അവസരം നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യരായ വലിയ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അദമ്യവും സഹജവുമായ അഭിലാഷത്താലും സമത്വസുന്ദരമായ ഒരു സമൂഹത്തെ കരുപ്പിടിപ്പിക്കുന്നതിനുള്ള അഭിവാഞ്ചയാലും അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. 1936 കടന്നു നിന്നുകൊണ്ട് ഈ പൊതു കാഴ്ചപ്പാട് മനസ്സിൽ വെച്ചുകൊണ്ട് അന്നത്തെ ഭരണകൂടത്തിൻ്റെ സാമൂഹ്യനീതി നിർവഹണത്വരയുടെ അതുവരെയുള്ള ഇരുണ്ട ചരിത്രത്തിൻ്റെയും സാമൂഹ്യനീതിക്ക് വേണ്ടി നീതി നിഷേധത്തിൻ്റെ ഇരകൾ നടത്തിയ സംഘർഷ ചരിത്രത്തിൻ്റെയും അവർണ സംഘർഷങ്ങളെ നിർവീര്യപ്പെടുത്തുവാൻ സവർണപക്ഷം കാലാകാലങ്ങളിൽ അനുവദിച്ചു പോന്ന കുൽസിത ശ്രമങ്ങളുടെയും വെളിച്ചത്തിൽ ചരിത്രപ്രധാനമായ ഈ വിളംബരത്തെ ഒരു പുനരവലോകനത്തിന് ഈ ഉള്ളവൻ വിധേയമാക്കി. അപ്പോൾ മേൽക്കുറിച്ച പൊതു കാഴ്ചപ്പാടിൻ്റെ സാധുതയ്ക്കെതിരെ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നു. മേൽ സൂചിപ്പിച്ച പൊതു കാഴ്ചപ്പാടിനെതിരെ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നു. ആ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരാൻ ഞാനിതിനെ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ച് എന്തുകൊണ്ട് 1936, അതായത് ഇതിലൊരു വലിയ ചരിത്രമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് 1936 ഈ വിളംബരം വരുന്നത്. ഇതാരും പ്രതീക്ഷിച്ച ഒരു സമയത്തല്ല. ഇങ്ങനെയൊരു വിളംബരം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും ആർക്കും കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ശക്തമായ നിലപാടായിരുന്നു ഇത്തരം ഒരു പരിഷ്കാരത്തിനെതിരെ അന്നത്തെ ഭരണകൂടം വച്ചു പുലർത്തിയിരുന്നത്. ക്ഷേത്രപ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്യുന്ന ഒരു ഉന്നതതല വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അന്ന് സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്നു, സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതായത് മുൻ ദിവാൻ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിൽ സർക്കാർ നിയോഗിച്ചു ക്ഷേത്രപ്രവേശനം നൽകുന്നതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് സർക്കാരിനെ ഉപദേശിക്കാൻ വേണ്ടി ഒരു ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച്, നിലവിലുള്ള നിയമങ്ങളനുസരിച്ച്, അതിൻ്റെ ബലത്തിൽ ക്ഷേത്രപ്രവേശനം ഒരു കാരണവശാലും അനുവദിക്കേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്യുന്നതായിരുന്നു ആ റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് കയ്യിലിരിക്കുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പുറത്തു വരുന്നത്. രണ്ടാമത്, ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് വമ്പിച്ച പൊതുജന പിന്തുണ ലഭിച്ചതും ഏറെ കോളിളക്കമുണ്ടാക്കിയതുമായ ശ്രീ കെ കേളപ്പൻ നയിച്ച ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തെ ഗാന്ധിജിയുടെ നിവേദനങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് 77% ആളുകൾ കേരളീയരതിനെ പിന്താങ്ങുന്നുവെന്ന് അറിഞ്ഞിട്ടും അതിനെതിരെ ഉപജാപങ്ങൾ മെനഞ്ഞ് അതിനെ ഏകപക്ഷീയമായി ഒന്നും നേടാനാകാതെ പിൻവലിപ്പിക്കുന്നതിലും സവർണപക്ഷം വിജയിച്ചിരുന്നു.
ആ കാലത്ത് 1936. ക്ഷേത്രപ്രവേശനത്തെ നഖശിഖാന്തം എതിർക്കുന്ന ശക്തമായി യാഥാസ്ഥിതിക സവർണ ലോബി, ഇവിടെ ഒരു വലിയ ലോബിയുണ്ട്, അന്നും ഇന്നും ഉണ്ട്. സവർണ ലോബി എന്ന് ഞാനതിനെ വിളിക്കും. അവർ ക്ഷേത്രപ്രവേശനത്തെ നഖശിഖാന്തം എതിർത്ത് പോന്നിരുന്നു. ആ യാഥാസ്ഥിതിക സവർണ ലോബി 1936 സർക്കാർ പക്ഷത്ത് ഒരു വലിയ സ്വാധീന ശക്തിയായി ഉറച്ചു നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴുമാണ് ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്ന ഒരു വലിയ നയവ്യതിയാനത്തെ കുറിക്കുന്ന വിളംബരം സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തിനായി അതുവരെ നടന്ന എല്ലാ ബഹുജന നീക്കങ്ങളെയും ഭരണവർഗം അമ്പരപ്പിക്കുന്ന അഹങ്കാരത്തോടെ തള്ളിപ്പറയുകയും അനായാസം നിർജീവമാക്കുകയും ചെയ്തു പോന്നു എന്നുള്ള സത്യവും ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. 1936 ആയപ്പോഴേക്കും ക്ഷേത്രപ്രവേശനത്തിനായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉപഭോക്തൃ സമ്മർദ്ദം നാമമാത്രമായി തീർന്നിരുന്നു. ഇതൊരു വലിയ ചർച്ചാ വിഷയം പോലും അല്ലാതായി. കാരണം ആളുകൾക്ക് ആശ നഷ്ടപ്പെട്ടു, ഇങ്ങനെ ഒന്നും വീണ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആളുകൾ ഇതൊക്കെ മറന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. മറ്റ് പല രംഗങ്ങളിലും അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പം ക്ഷേത്രപ്രവേശനം ഒരു അസ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റ് പല രംഗങ്ങളിലും സമത്വത്തിനായുള്ള അവർണ ജനതയുടെ നീക്കങ്ങൾക്കെതിരെ തുടർന്നും, അതായത് 1936 ശേഷവും ഭരണകൂടം ആചാരലംഘനം ആരോപിച്ച് ശക്തമായ നടപടികൾ എടുത്ത് അടിച്ചമർത്തി പോന്നു എന്നുള്ള ചരിത്രവും നാം മനസ്സിലാക്കണം. ഈ കാരണങ്ങളെല്ലാം മുന്നിൽ വച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് 1936 നവംബർ 12 എങ്ങനെ ഇത് പ്രഖ്യാപിക്കപ്പെട്ടു, ഇത്രയും വലിയൊരു നയം മാറ്റം അന്നത്തെ സവർണ ഭരണകൂടം എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നു, അതേക്കുറിച്ച് ഉള്ള പൊതുവികാരം, പൊതു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ പുനഃപരിശോധന ചെയ്തപ്പോൾ ഈ പറയപ്പെട്ട 5-6 പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാടിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിനെതിരെ പല ചോദ്യചിഹ്നങ്ങളും ഉയർന്നു വന്നു പൊതു കാഴ്ചപ്പാടിനെതിരെ. മേൽക്കുറിച്ച് പ്രത്യേക സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് സവർണ ഭരണകൂടം ആകസ്മികമായി TEP കൊണ്ടുവന്നതും സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ള ഒരു ആചാരത്തെ ഒറ്റയടിക്ക് പുറന്തള്ളുന്നത്. ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കയ്യിലുണ്ട്. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേളപ്പൻ നയിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തെ നിഷ്കരണം ഇല്ലാതാക്കി, അത് പിൻവലിപ്പിച്ചു, ഒന്നും നേടാനാകാതെ. ഗാന്ധിജി ഇടപെട്ടു. 77% കേരളീയർ അതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് മനസ്സിലായിട്ട് പോലും ഭരണകൂടം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അപ്പം ഇതിനെ അനുകൂലിച്ചിരുന്നവരെയും എതിർത്തിരുന്നവരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇത്ര നിർണായകമായൊരു നയവ്യതിയാന്തരത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ച മുഖ്യ ഘടകങ്ങൾ തീർച്ചയായും ഭരണകൂടത്തിൻ്റെ അവർണരോടുള്ള ഔദാര്യ സമ്പന്നതയേക്കാളേറെ മറ്റെന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കേണ്ടി വന്നു എനിക്ക്. അത് വളരെ സ്പഷ്ടമായിരുന്നു എനിക്ക്. ഇതിൻ്റെ കാരണം ഈ പറയുന്ന ഒന്നുമല്ല, ഈ പൊതു കാഴ്ചപ്പാടല്ല. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ ഞാനിവിടെ പറഞ്ഞ ഈ പോയിന്റുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം ആ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നൽകേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ഹൈപ്പവർ കമ്മിറ്റി പറയുന്നു അത് കൊടുക്കാനേ പാടില്ല, എന്നിട്ടും കൊടുക്കുന്നു. അത് ഇത് ആവശ്യപ്പെട്ട് നടക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം വളരെ മാത്രമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നൽകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ഗവേഷണ ബുദ്ധിയോടുകൂടി ചരിത്രത്തിൽ തിരഞ്ഞപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു 3 പ്രധാന കാര്യങ്ങൾ അക്കാലത്ത് സവർണാധിപത്യത്തിൻ്റെ അടിസ്ഥാനമിളക്കുവാൻ, ഇവിടെ നിന്ന ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ടിൻ്റെ ഭരണത്തിനെ അടിസ്ഥാനമിളക്കുവാൻ പോരുന്നതും ചരിത്രത്തിൽ സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും ചില സംഭവവികാസങ്ങൾ ഇവിടെ രൂപപ്പെടുകയും അപ്രതിരോധ്യമാം വണ്ണം അത് ശക്തി ആർജിക്കുകയും ചെയ്തു. സാമൂഹ്യവും രാഷ്ട്രീയവും മതപരവുമായ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ പോരുന്ന പ്രസ്തുത സംഭവവികാസങ്ങളിൽ മുഖ്യമായതൊരു 3 നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അതെന്നോടൊപ്പം നിങ്ങൾക്കും ഇവിടെ വായിക്കാം. ഈ കാലയളവിൽ
ശക്തിപ്പെട്ടു വന്ന അവർണർ കൂട്ടത്തോടെ ഭേദഭാവ ജടിലമായ ഹിന്ദുമതം വിട്ട് അന്യമതങ്ങളെ ആശ്ലേഷിക്കണമെന്ന ശക്തമായ ആശയഗതിയും അവരെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്ന ന്യൂനപക്ഷ മതങ്ങളും ഹിന്ദുമതത്തെ നിർണായകമായി ശുഷ്കിപ്പിക്കുമെന്ന ഭയം. ഇതാണ് ആദ്യത്തെ പോയിന്റ്. എൻ്റെ മനസ്സിൽ ചരിത്രത്തിൽ പരതി നടന്നപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇങ്ങനെയൊരു കാലാനുവർത്തിയായ ഒരു വലിയ നയം മാറ്റത്തിന് ബ്രാഹ്മണ ക്ഷത്രിയ ഭരണകൂടത്തിന് അവരെ നിർബന്ധിച്ച ഘടകങ്ങൾ എന്തെന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ വന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. ഈ കാലയളവിൽ ശക്തിപ്പെട്ടു വന്ന അവർണർ കൂട്ടത്തോടെ ഭേദഭാവ ജടിലമായ ഹിന്ദുമതത്തെ വിട്ട് അന്യമതങ്ങളെ ആശ്ലേഷിക്കണമെന്ന ശക്തമായ ആശയഗതിയും അവരെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്ന ന്യൂനപക്ഷ മതങ്ങളും ഹിന്ദുമതത്തെ നിർണായകമായി ശുഷ്കിപ്പിക്കുമെന്ന ഭയം. 1, 2 ഇതൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് കടക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത് മനസ്സിൽ സൂക്ഷിക്കുക. മതം മാറ്റം, അന്യമതങ്ങളിലേക്ക് ഹിന്ദുമതത്തിലെ പ്രത്യേകിച്ചും അവർണ വിഭാഗങ്ങൾ കൂടുമാറുമെന്നുള്ള അതിനുള്ള സാധ്യത വളരെ തെളിഞ്ഞു നിന്ന ഒരു ഘട്ടമായിരുന്നു അത്. 2, പാർശ്വവൽക്കരിക്കപ്പെട്ട അവർണരും ക്രൈസ്തവ മുസ്ലിം മതന്യൂനപക്ഷങ്ങളും അവകാശങ്ങൾക്കായി സഹകരിച്ച് സംഘർഷം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈഴവരും ചേർന്ന് ഈ മൂവരും സമാനമായ സാമൂഹിക തലത്തിലാണ് അന്ന്. ഇന്നങ്ങനെയല്ല. അന്ന് അവരുടെ എല്ലാവരുടെയും പരാതി ഒരേ കാര്യങ്ങളാണ്. അവർക്കൊന്നും പങ്കാളിത്തമില്ല, ഭരണത്തിൽ അവകാശങ്ങളൊന്നുമില്ല. അതിനുവേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എല്ലാവരും. അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് സംഘർഷം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ചരിത്രപ്രസിദ്ധമായ നിവർത്തന പ്രസ്ഥാനത്തിലൂടെ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നു. അത് സവർണാധിപത്യത്തെ തകർക്കുവാൻ പോരുന്നതാണെന്ന ഭീതി രണ്ടാമത്തെ പോയിൻ്റാണ്. അതും ഇതേ കാലത്ത് വളരെ ശക്തമായിരുന്നു ഇവിടെ. മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഗുരുദേവൻ സ്ഥാപിച്ച സമാന്തര ക്ഷേത്ര ശൃംഖലയും സംഘടനയും അത് നേടിയ അഭൂതപൂർവമായ വളർച്ചയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ റാലിയിങ് പോയിൻ്റായി നിലയുറപ്പിക്കുന്നുവെന്ന് കണ്ടതും സാമൂഹ്യനീതിക്ക് നിലവിലുള്ള സമവാക്യങ്ങളെ തിരുത്തിയെഴുതുവാനുള്ള അതിൻ്റെ ശേഷിയും ഉയർത്തിയ വമ്പിച്ച വെല്ലുവിളികൾ. ഈ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ ഉറക്കം കെടുത്തിയ വിഷയങ്ങളാണ്. 1936 പ്രത്യേകിച്ചും മേൽക്കുറിച്ച 3 ഘടകങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, സംശയമൊന്നുമില്ല. അതായത് സവർണ ഹിന്ദു മേൽക്കോയ്മയെ തകർത്തുകൊണ്ട് സമത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ഒരു ജനതയുടെ പ്രയാണത്തിന് ശക്തമായ തുടക്കം കുറിച്ച ഘടകങ്ങളാണിതെല്ലാം. ഈ പറഞ്ഞ 3 എണ്ണവും ശക്തമായ ഈ 3 അന്തർധാരകളും ഒന്നിച്ച് ഒരേ കാലത്ത് സക്രിയമാകുന്ന പ്രത്യേക സാഹചര്യം അത് ഹിന്ദു യാഥാസ്ഥിതിക പക്ഷത്തെ വല്ലാതുലച്ചു. പ്രത്യേക ചരിത്ര പശ്ചാത്തലം മുന്നിൽ വെച്ചുകൊണ്ട് നാം ഈ വിഷയത്തെ അല്പം കൂടി വിശദമായി പരിഗണിക്കുമ്പോൾ കാലാന്തരമായി തങ്ങളുടെ ചവിട്ടടിയിൽ കിടന്ന പഞ്ചമൻ ശ്രീനാരായണ ഗുരു കാണിച്ച പഥത്തിൽ ചരിച്ച് ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സാധ്യത തൽപരർ വ്യക്തമായി കണ്ടു. ഇവിടുത്തെ മതന്യൂനപക്ഷം ഭൂരിപക്ഷ പദവിയിലേക്ക് ഉയരുന്ന സാഹചര്യവും മുന്നിൽ തെളിഞ്ഞു. ഹൈന്ദവർ കൂട്ടത്തോടെ അങ്ങോട്ട് ചേക്കേറുന്ന ഒരു രംഗം ഇവിടെ സജീവമായിരുന്നു അന്ന്. അതിനും പുറത്ത് നിവർത്തന പ്രസ്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഈഴവ ക്രൈസ്തവ മുസ്ലിം കൂട്ടുകെട്ടിൻ്റെ മാരകശേഷി അവരെ പരിഭ്രാന്തരാക്കി. അതോടെ ചരിത്രത്തിൽ ആദ്യമായി സവർണ മേൽക്കോയ്മ അപകടത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് സത്യം. അതായത് അവർണ ജനത ഇവിടെ അടിമകളാക്കി ഒരു സഹസ്രാബ്ദത്തിലേറെ വച്ചിരുന്ന ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ അവർണ ജനത കൂട്ടത്തോടെ മതം മാറുന്ന ഒരു സാഹചര്യം അത് ഹിന്ദുമതത്തിൻ്റെ ഭൂരിപക്ഷ പദവിയെ വല്ലാതെ ഉലയ്ക്കുമെന്ന് മനസ്സിലായി. ഭൂരിപക്ഷം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽ ചിലത് ഭൂരിപക്ഷ പദവിയിലേക്ക് ഉയരുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടു. അതിവിടുത്തെ ഭരണവർഗത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം.
അതിനും പുറത്ത് നിവർത്തന പ്രസ്ഥാനത്തിലൂടെ അങ്ങനെയുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നു. ഇവർ 3 പേരും, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈഴവരും ചേർന്ന് അതൊരു ഫോർമിഡബിൾ ഫോഴ്സായിരുന്നു. നിവർത്തന പ്രസ്ഥാനത്തിലൂടെ സർക്കാരിനെ മുട്ടുമടക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഭരണപരിഷ്കാരം വന്നപ്പോൾ അതിനെ എതിരെ നിലപാടെടുത്ത് സർക്കാരിൻ്റെ പരാജയത്തിൻ്റെ വക്കത്ത് കൊണ്ടുവരികയും ചെയ്തു. അതിനെല്ലാം പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ 83 ക്ഷേത്രങ്ങളും മഠങ്ങളും ആശ്രമങ്ങളും അടക്കുന്ന ഒരു വലിയ സമാന്തര ശൃംഖല, ക്ഷേത്രങ്ങളുടെ ഒരു സമാന്തര ശൃംഖല അങ്ങ് കന്യാകുമാരിയിൽ കോട്ടാറ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങ് കർണാടകയിൽ കുദ്രോളി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമാന്തര ശൃംഖല ഇവിടെ സ്ഥാപിച്ച് അതിവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവർണ ജനതയുടെ ഒരു റാലിയിങ് പോയിൻ്റായി വളരുന്നുവെന്ന് ഏവർക്കും ബോധ്യപ്പെട്ടു. അത്രയും ആയപ്പോൾ ഇവരുടെ ചവിട്ടടിയിൽ, ചരിത്രാതീത കാലമായി ഇവരുടെ ചവിട്ടടിയിലിട്ടിരുന്ന സവർണ വാമനപാദത്തിന് കീഴിലിട്ട് ചവിട്ടി അമർത്തി അടിമത്തം വിധിച്ചിരുന്ന ഒരു വലിയ ജനത സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ചുറ്റുപാട് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ച പഥത്തിൽ അവർ ചരിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്നു എന്നുള്ള സത്യവും മനസ്സിലാക്കി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി സവർണ മേൽക്കോയ്മ അപകടത്തിലാണെന്ന് അവർ തിരിച്ചറിയുന്നു. അപ്പോഴാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ സർ CP പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരുടെ ഉള്ളിൽ അവരെല്ലാവരും പരിഭ്രാന്തരായി. മൊത്തം സവർണ മേൽക്കോയ്മ ഇത്രയും ശക്തമായ ഒരു പ്രതിസന്ധിയെ ഇതിനു മുമ്പെങ്ങും നേരിട്ടിട്ടില്ല. ഈ 3 കാര്യങ്ങളും കൂടി ഇതിനെ കംപ്ലീറ്റ് ഉടച്ചു വാർക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണ പരന്നപ്പോൾ ആശാൻ്റെ വാക്കുകൾ സർ CP പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരുടെ കർണപുടങ്ങളിൽ വേലിയേറ്റം സൃഷ്ടിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആശാൻ എന്ത് പറഞ്ഞു? കാലം വൈകിപ്പോയി, കേവലമാചാര നൂലുകളെല്ലാം പഴകിപ്പോയി. കാലം വൈകിപ്പോയി, കേവലമാചാര നൂലുകളെല്ലാം പഴകിപ്പോയി. കെട്ടി നിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാം. കാലം വൈകിപ്പോയിരിക്കുന്നു. കേവലം ആചാര നൂലുകളല്ല. നിങ്ങളിവിടെ ഈ ആളുകളെ ഉടക്കി ഇങ്ങനെ സവർണ വാമനപാദത്തിൽ കീഴിലെ ഇവിടുത്തെ അവർണ ജനതയെ മൊത്തത്തിൽ അടിമകളാക്കി നിലനിർത്തിയിരുന്ന ആ ആചാര അനാചാരങ്ങളുടെ എല്ലാം കൂടെ ബലത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇനി തുടരാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ വികസിതമായിരിക്കുന്നു. ഈ ദുർബലപ്പെട്ട ചരടിൽ ഇനി ഈ ജനതയെ ഇങ്ങനെ കെട്ടിയിടാൻ സാധ്യമല്ല എന്ന് ആശാൻ മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ അവസാനത്തിൽ ആശാൻ കൃത്യമായി അവരോട് പറഞ്ഞു, നിങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്ന്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലായെങ്കിൽ മാറ്റും അതുകളീ നിങ്ങളെത്താൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലായെങ്കിൽ മാറ്റും അവകളീ നിങ്ങളെത്താൻ എന്ന് പറഞ്ഞു. എന്ന് ആശാൻ നൽകിയ മുന്നറിയിപ്പ് ഓർക്കുന്ന സർ CP കൂട്ടരും അടിയന്തിരമായി അതിന് വഴികൾ അന്വേഷിച്ചു. കാലം വൈകിപ്പോയിരിക്കുന്നു, കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയിരിക്കുന്നു. ഇനി ഈ ഒരു ജനതയെ ഇങ്ങനെ കെട്ടിയിടാൻ സാധ്യമല്ല. ചട്ടങ്ങളെ അല്പം ഒന്ന് അയച്ചുവിടണം. ചട്ടങ്ങളെ അല്പം ഒന്ന് അയച്ചുവിടാതെ മാറ്റാതെ മുന്നോട്ട് പോയാൽ അതിനൊരു വലിയ വില നൽകേണ്ടി വരുമെന്ന് ബുദ്ധിരാക്ഷസനായ സർ CP കൂട്ടരും തിരിച്ചറിഞ്ഞു. വിട്ടുവീഴ്ച ചെയ്യുകയല്ലാതെ പിടിച്ചു നിൽക്കുവാനാകില്ലെന്ന് ഉറപ്പിച്ചു. അപ്പോൾ സർ CP പോലെയുള്ള ബുദ്ധിരാക്ഷസന്റെ മനസ്സിലുദിച്ച ചാണക്യതന്ത്രമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഈ സന്ദർഭത്തിൽ ഈ സന്നിഗ്ധാവസ്ഥയെ നേരിട്ട് സവർണ മേൽക്കോയ്മ ചരിത്രത്തിൽ ആദ്യമായി നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണിത്. 3 പ്രധാന കാര്യങ്ങൾ ഒരേ സമയം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈഴവരും കൂടെ സഹകരിച്ച് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അടിമകളാക്കി ദീർഘകാലം വച്ചിരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന അവർണ സമൂഹം കൂട്ടത്തോടെ മതം മാറുമെന്നുള്ളൊരു വലിയ ഭീഷണി അവരെ സ്വീകരിക്കുവാൻ ചാക്കുമായി കാത്തു നിൽക്കുന്ന സംഘടിത മതങ്ങൾ.
ന്യൂനപക്ഷ മതങ്ങൾ ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന ഒരു വലിയ സാധ്യത. ഇതിനെല്ലാം പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ സിദ്ധിച്ച സമാന്തര ക്ഷേത്ര ശൃംഖല, അതിവിടുത്തെ അവർണൻ്റെ ഒരു റാലിയിങ് പോയിന്റായി വരുന്നു. അവർ സ്വയം അതിൽ കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയും വന്നു ചേർന്നപ്പോൾ സവർണ മേധാവിത്വത്തിന് ഭാവിയില്ല. അപ്പോൾ ആശാൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. കാലം വൈകിപ്പോയി, കേവലം ആചാരനൂലുകളെല്ലാം പഴകിപ്പോയി. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മാറ്റും അവകളി നിങ്ങളെത്താൻ. ഇറ്റ് വിൽ ഫിനിഷ് യു എന്നുള്ള ആശാൻ്റെ മുന്നറിയിപ്പ് ഉൾക്കൊണ്ട് സർ CP യുടെ ബുദ്ധിയിൽ അപ്പോൾ ഉദിച്ചതാണ് അല്പമൊന്ന് അയച്ചു വിടാതെ നിവൃത്തിയില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ സർ CP പോലുള്ള ബുദ്ധിരാക്ഷസരുടെ മനസ്സിലുദിച്ച ചാണക്യതന്ത്രമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഒരു ജനതയുടെ സർവതോമുഖമായ ഉയർച്ചയ്ക്ക് അടിസ്ഥാനമായി മാറിയ ഗുരുവിൻ്റെ ക്ഷേത്ര ശൃംഖല ഒരു സമാന്തര പ്രസ്ഥാനമായി വമ്പിച്ച പുരോഗതി ആർജിച്ചു. ഭൂരിപക്ഷം വരുന്ന അവർണ ജനതയുടെ ഒരു റാലിയിങ് പോയിന്റായി ക്ഷേത്ര ശൃംഖല വളർന്നു. സവർണ വാമനപാദത്തിനടിയിൽ സഹസ്രാബ്ദത്തിലേറെയായി അടിമത്തം അനുഭവിച്ചിരുന്നവർ സമത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കുതിക്കുന്ന സാഹചര്യം തെളിഞ്ഞുകൊണ്ടു. ഇവിടുത്തെ സവർണമേൽക്കോയ്മ സവർണ ക്ഷേത്രങ്ങളുടെയും ഒപ്പം സവർണരുടെയും മേധാവിത്വത്തിന് ക്ഷതം സംഭവിച്ചു തുടങ്ങി. ഒപ്പം കടുത്ത വിവേചനത്തിനും അടിമത്തത്തിനും പര്യായമായ ഹിന്ദുമതത്തെ അവർണർ കൂട്ടത്തോടെ ഉപേക്ഷിച്ച് അന്യമതങ്ങളെ ആശ്ലേഷിക്കുന്ന സാഹചര്യം അന്ന് കേരളത്തിൽ പരക്കെ സജീവമായ ചർച്ചയായിരുന്നു. കൂട്ടമതം മാറ്റം മാത്രമാണ് അവർണരുടെ മോചനമാർഗമെന്ന് അവർണരിൽ ബഹുഭൂരിപക്ഷവും അതിന് ഒരുക്കമാണെന്നും പ്രചരിച്ചിരുന്നു. മതം മാറുന്നത് ബുദ്ധമതത്തിലേക്കോ ക്രിസ്തുമതത്തിലേക്കോ അതോ ഇസ്ലാമിലേക്കോ എന്നത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ചെറിയ തർക്ക വിഷയം. ഈ തത്വമസിയുടെ ആഭാസ മതം നമുക്ക് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈഴവരുടെ ഈ കാലയളവിൽ ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പേരിൽ ശ്രീ CV കുഞ്ഞിരാമൻ ഒരു ലഘുലേഖ തന്നെ അടിച്ച് പ്രചരിപ്പിച്ചു, വ്യാപകമായി പ്രചരിപ്പിച്ചു. മാത്രമല്ല, ക്രിസ്ത്യാനികൾ നടത്തുന്ന മാരവൺ കൺവെൻഷനിൽ പങ്കെടുത്ത് CV കുഞ്ഞിരാമൻ ഒരു തകർപ്പൻ പ്രസംഗവും നടത്തി ഈ വിഷയത്തിൽ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയത്തെ ഒരു അതിരൂപത അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണവും ഒരുക്കി. അതോടെ ഈഴവർ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു സാഹചര്യം ഇവിടെ തെളിഞ്ഞു വന്നു. CPക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കണം ഇതെല്ലാം കണ്ടപ്പോൾ. ഈഴവർ കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം CP കണ്ടു. 26% വരുന്ന ഈഴവർ പോയാൽ കൂടെ ദളിത പിന്നോക്ക വിഭാഗങ്ങളും ഒരു വലിയ അളവിൽ കൂടുമാറുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അത് ഹിന്ദുമതത്തെ വല്ലാത്ത ശുഷ്കിപ്പിക്കുമെന്നും ഭൂരിപക്ഷ പദവി നഷ്ടപ്പെടും, അപ്പോൾ സവർണാധിപത്യം പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹത്തിന് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഈ പ്രത്യേക സാഹചര്യം മുന്നിലുള്ളപ്പോഴാണ് സവർണാധിപത്യം ഉറപ്പിക്കുവാനായി പ്രത്യേകം തയ്യാറാക്കിയ ഭരണപരിഷ്കാര പദ്ധതിയെ ചെറുത്ത് തോൽപ്പിക്കുവാനായി ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സഖ്യം ചേർന്ന് നിവർത്തന പ്രസ്ഥാനം എന്ന പേരിൽ സമരം ചെയ്തു. പ്രസ്തുത സഖ്യത്തിൻ്റെ, ഈഴവ ക്രിസ്ത്യ മുസ്ലിം സഖ്യത്തിൻ്റെ പ്രഹരശേഷി കണ്ട് മറുഭാഗം പരിഭ്രാന്തരായി എന്ന്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി സവർണ മേധാവിത്വം കടുത്ത പ്രതിസന്ധിയിലായി. മേൽവിവരിച്ച വമ്പിച്ച പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രമായിരുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അക്ഷരാർത്ഥത്തിൽ തന്നെ അതൊരു പ്രതിവിപ്ലവമായിരുന്നു. അത് വമ്പിച്ച വിജയവുമായിരുന്നു. ഇതാണ് സംഭവം. ഇങ്ങനൊരു വലിയ നയംമാറ്റം, ചരിത്രത്തിൽ ആദ്യമായ ഒരു വലിയ നയംമാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരു വലിയ രഹസ്യമായി സൂക്ഷിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ സ്തബ്ധരായി, അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്നൊരു വിളംബരം വരുന്നു. കാരണം ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ടിൻ്റെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി, അതായത് സവർണ മേധാവിത്വം കടുത്ത പ്രതിസന്ധിയിലായ ഒരു കാലമാണത്. 3 പ്രധാന മേഖലകളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. എന്നേക്കുമായി തങ്ങളുടെ
മേധാവിത്വം അവസാനിക്കാൻ പോകുന്ന ഒരു രംഗം ഇവിടെ രൂപപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ രാക്ഷസനായ സർ CP-യുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നുള്ള ബ്രഹ്മാസ്ത്രം. അതെടുത്ത് പ്രയോഗിച്ചു. അതെടുത്ത് പ്രയോഗിച്ചപ്പോഴിവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. വിളംബരം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആയിരക്കണക്കിന് ക്ഷേത്ര കവാടങ്ങൾ പൊടുന്നനെ അവർണ്ണന് മുന്നിൽ തുറന്നു കിട്ടി. ആരാധനാ സ്ഥലത്ത് അവർണ്ണന് സമത്വം അനുവദിച്ചു കിട്ടിയതോടെ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ സമാന്തര ശൃംഖലയെ പിന്തള്ളി അവർണ്ണർ കൂട്ടത്തോടെ ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിൽക്കുന്ന അവസ്ഥ സംജാതമായി. അതാണ് ബുദ്ധി. ക്ഷേത്രപ്രവേശനം പൊടുന്നനവേ അവർണ്ണൻ ഇട്ടുകൊടുത്തൊരു വലിയ നയം മാറ്റുവിൻ ചട്ടങ്ങളെന്ന് ആശാൻ പറഞ്ഞില്ലേ? ആ ചട്ടങ്ങളെ ഒന്ന് മാറ്റിയപ്പോൾ, ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ സ്ഥാപിച്ച സമാന്തര ശൃംഖലയെ ഇവിടുത്തെ അവർണ്ണൻ ഉപേക്ഷിച്ച് കൂട്ടത്തോടെ ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ സർ CP-ക്ക് കഴിഞ്ഞു. അവർണ്ണ ജനത കൂട്ടത്തോടെ മതം മാറിയേക്കുമെന്ന ഭീഷണി അകന്നു. അതൊരു ചർച്ചാ വിഷയമേ അല്ലാതായി. ഇവിടെ ഇതെല്ലാം ചരിത്രത്തിലുണ്ട്. നിവർത്തന പ്രസ്ഥാനത്തിന് കരുവായി ഈഴവൻ ക്രിസ്ത്യൻ മുസ്ലിം സഖ്യക്കർമ്മയുടെ പൊളിഞ്ഞു. കാരണം അപ്രതീക്ഷിതമായി തങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കിട്ടിയതോടെ ഈഴവാദികൾ അവരുടെ ജാതീയമായ മറ്റവശതകളെയെല്ലാം മറന്ന് സന്തുഷ്ടരായി. മതി മറന്നുപോയി എന്ന് പറയുന്നതാവും ശരി. പോരാത്തതിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് SNDP യോഗത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കിയേക്കുമെന്ന് ഭീഷണി നിലവിൽ വന്നു. അതോടെ ഇവിടുത്തെ ഈഴവർ ഈ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സഖ്യത്തിൽ നിന്ന് പിന്മാറി, നിരുപാധികം പിന്മാറി. അങ്ങനെ മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെട്ടു. ഇതിനെ ഒരു ഷോക്ക് ചികിത്സയെന്നാണ് ചരിത്രകാരൻ A. ശ്രീധരമേനോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദുമതത്തിലെ ജാതി വ്യത്യാസം മൂലം ചിരകാലമായി തങ്ങൾ അനുഭവിച്ചിരുന്ന യാതനകളിൽ നിന്നും മുക്തി നേടുന്നതിനായി അവർണ്ണരിൽ കുറേ പേർ ക്രിസ്തു, ഇസ്ലാം എന്നീ മതങ്ങൾ സ്വീകരിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ സർവതോമുഖമായ ഒരു പരിവർത്തനത്തിന് ബോധപൂർവവും നിർണായകമായ ഒരു ഉത്തേജനം നൽകുന്നതിന് പറ്റിയ ഒരു ഷോക്ക് ചികിത്സയായി ഹൈന്ദവരായ ഏവർക്കും ക്ഷേത്രപ്രവേശനം നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. ക്രാന്തദർശിയായിരുന്ന ശ്രീ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഉപദേശമനുസരിച്ച് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചു എന്ന് A. ശ്രീധരമേനോൻ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഷോക്ക് ചികിത്സ. ഇത് ഹിന്ദുമതത്തിന് നൽകിയ ഒരു ഷോക്ക് ചികിത്സയായിരുന്നു. ഹിന്ദുമതത്തെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന്, ഒരു വലിയ ഗർത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയെടുത്ത ഷോക്ക് ചികിത്സ. ഇത് മഹാരാജാവ് തിരുമനസിൻ്റെ മഹാമനസ്കതയാണ്. അല്ലാതെ മറ്റു ചിലർ അവകാശപ്പെടുന്ന പോലെ ഏതെങ്കിലും പ്രക്ഷോഭത്തിൻ്റെ ഫലമല്ല എന്ന് പറഞ്ഞ സർ CP മറ്റൊരവസരത്തിൽ പറഞ്ഞു, ഈ നടപടി ഹിന്ദുമതത്തെ ഒരു അത്യാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനായിരുന്നുവെന്ന്. ഞാനീ പറയുന്ന 3 ഘടകങ്ങൾ ഒന്നിച്ചു വന്ന് ഇവിടുത്തെ സവർണാധിപത്യം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെടുത്ത ഒരു ബ്രഹ്മാസ്ത്രമാണെന്ന് പറയുമ്പോൾ അത് ചുമ്മാ പറയുന്നതല്ല, ഇവർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഒരു അത്യാപത്തിൽ നിന്നും ഹിന്ദുമതത്തെ മോചിപ്പിക്കുവാനായിരുന്നു അത്. ഹിന്ദുക്കളുടെ ശാക്തീകരണത്തെ അത് സഹായിക്കും എന്ന് സർ CP മറ്റൊരിടത്ത് പറഞ്ഞു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ധാരാളം ആളുകളെ ഹിന്ദുമതം ഉപേക്ഷിച്ച് അന്യമതത്തിൽ അഭയം തേടുന്നതിന് വഴിതെളിച്ചിരുന്നു. വിളംബരം അതുകളെ നീക്കം ചെയ്തു എന്ന് 1941 സെൻസസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു സർക്കാർ രേഖയാണ്. അപ്പം എന്തിനു വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു എന്നുള്ളത് അതൊരു ഷോക്ക് ചികിത്സയായിരുന്നു എന്നുള്ള ശ്രീ A. ശ്രീധരമേനോൻ്റെ നിഗമനത്തിന് ഉപോത്ബലകമായത് ഈ പ്രസ്താവങ്ങളൊക്കെയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ധാരാളം ആളുകളെ ഹിന്ദുമതം ഉപേക്ഷിച്ച് അന്യമതത്തിൽ അഭയം തേടുന്നതിന് വഴിതെളിച്ചിരുന്നു എന്നുള്ളത് തെളിച്ചിരുന്നു. വിളംബരം അതുകളെ നീക്കം ചെയ്തു എന്ന് സെൻസസ് റിപ്പോർട്ട് പറയുന്നു. സ്മൃതികളെ ആശ്ലേഷിച്ച് സ്വേച്ഛാധിപത്യം നടത്തിയിരുന്ന ക്ഷത്രിയ ബ്രാഹ്മണ അച്യുതണ്ടിന്
ആധിപത്യം ഉറപ്പിച്ച് തുടരുവാൻ ഹിന്ദുമതത്തിൻ്റെ ഭൂരിപക്ഷ പദവിക്ക് കോട്ടം തട്ടരുത്. അതിന് ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം വരുന്ന അവർണരെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. ഒപ്പം അവർണ സമൂഹത്തെ സംഘടിച്ച് സ്വയം ശക്തിപ്പെടുവാൻ വിട്ടുകൊടുക്കുകയും വരുത്. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആകർഷണ വലയത്തിൽ ഇവരുണ്ടാവരുത്, മതന്യൂനപക്ഷങ്ങൾക്കൊപ്പവും ഇവരുണ്ടാവരുത്. അപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഈഴവരെ അകറ്റണം, മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തണം. എങ്കിലേ അവരെ തുടർന്നും ഈ ഈഴവാദി അവർണ വിഭാഗങ്ങളെ തുടർന്നും സവർണ വാമനപാദത്തിന് കീഴിൽ തന്നെ തളച്ചിടാനാകൂ എന്ന് SRCPക്ക് കൃത്യമായി അറിയായിരുന്നു. അതായത് ഒരു വെടിക്ക് 3 പക്ഷി. കൂട്ടത്തോടെയുള്ള മതം മാറ്റം എന്നുള്ള ആശയം ഒരു ചരിത്ര വസ്തുതയായി മാറിക്കഴിഞ്ഞു. ഒരു ചർച്ചാ വിഷയമല്ലാതായി മാറി. ശ്രീനാരായണ ഗുരുദേവൻ സൃഷ്ടിച്ച ഇവിടുത്തെ അവർണ വിഭാഗങ്ങളുടെ ഒരു റാലിയിങ് പോയിൻ്റായി മാറിയ ക്ഷേത്ര ശൃംഖലയെ ഉപേക്ഷിച്ച് സവർണ പൂജാരിമാർ പൂജിക്കുന്ന ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി അവർണർ കൂട്ടത്തോടെ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. നിവർത്തന പ്രസ്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞുണ്ടായ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടുകെട്ട് പൊളിഞ്ഞു. ഈഴവരതിൽ നിന്ന് നിരുപാധികം പിന്മാറി. അങ്ങനെ ഈഴവരെ പിന്മാറ്റിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിലും വിജയിച്ചു. അങ്ങനെ ഒരു വെടിക്ക് 3 പക്ഷികളെയാണ് വീഴ്ത്തിയത്. 3 സ്ഥലങ്ങളിൽ ശക്തമായ പ്രഹരമേൽപ്പിക്കുവാൻ ഈ ക്ഷേത്രപ്രവേശന വിളംബരം 1936 എന്ന ഈ ബ്രഹ്മാസ്ത്രത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനതിനെ ബ്രഹ്മാസ്ത്രം എന്ന് വിളിക്കുന്നത്. സവർണാധിപത്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവർണരെയും മതന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിച്ചു പോന്ന രാഷ്ട്രീയ സാമൂഹ്യ ചട്ടക്കൂട്ടിനെതിരെ ഉയർന്നു വന്ന ശക്തമായ 3 ഭീഷണികളെയും ഒറ്റയടിക്ക് നിർവീര്യമാക്കുവാൻ ബോധപൂർവം പ്രയോഗിച്ച പ്രതിവിപ്ലവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഒരേ സമയം 3 ലക്ഷ്യങ്ങളിൽ കനത്ത പ്രഹരമേൽപ്പിക്കുവാൻ കരുതിക്കൂട്ടി പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്ര ശൃംഖലയും SNDP യോഗവും യോഗത്തിൻ്റെ ചുവട് പിടിച്ച് സ്ഥാപിക്കപ്പെട്ട സാധുജന പരിപാലന സംഘം പോലത്തെ സംഘടനകളും ചേർന്നപ്പോൾ വമ്പിച്ച ശക്തിയാർജിച്ച സാമൂഹ്യ പരിവർത്തനത്തെ ദുർബലമാക്കുക, അവർണരുടെ മതം മാറ്റം എന്ന ആശയത്തെ അപ്രസക്തമാക്കി തീർക്കുക, പുതുതായി രൂപപ്പെട്ട ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സഖ്യത്തിൽ നിന്ന് ഈഴവരെ അകത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുക, ഇതെല്ലാമായിരുന്നു ലക്ഷ്യം. ഈ 3 ലക്ഷ്യസ്ഥാനങ്ങളിലും TEP വമ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം വമ്പിച്ച പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് കാണാം. ക്ഷേത്രപ്രവേശന വിളംബരം സുഹൃത്തുക്കളെ വിപ്ലവമല്ല. അവർണ മുന്നേറ്റത്തിന് തടയിട്ട് കൂട്ടമതം മാറ്റത്തെ അപ്രസക്തമാക്കി ന്യൂനപക്ഷ പക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി അവർണ വരേണ്യ വർഗ പദവി ഉറപ്പിക്കുവാനുള്ള പ്രതിവിപ്ലവമായിരുന്നു. അതൊരു വൻ വിജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതൊരു പ്രതിവിപ്ലവമായിരുന്നു, ഇതൊരു വിപ്ലവമല്ല. ക്ഷേത്രപ്രവേശന വിളംബരം 1936 വിപ്ലവമല്ല, പ്രതിവിപ്ലവമായിരുന്നു. അതൊരു വൻ വിജയമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രകരണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.